ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു കുർത്ത സെറ്റ് തയ്ച്ചാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് പീസും നമ്മുടെ ടോപ്പിൻ്റെ പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അത് ലൈനിങ് വരുന്നത് കോട്ടൻ്റെ പീസാണ് നമ്മൾ വെച്ചേക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പീസ് വരുന്നത് ക്രാപ്പേ മോഡലുള്ള ക്ലോത്താണ് വരുന്നത്. അപ്പം ആ മോഡൽ തുണി നമുക്ക് പിടിച്ചാൽ നേരെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആ ടൈപ്പ് തന്നെ ലൈനിങ് എടുക്കാതെ കോട്ടൺ എടുത്തത്. അപ്പോൾ കോട്ടൺ ആകുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് എന്താ പറയുക, അതിൽ നിന്ന് തെന്നി മാറിപ്പോകാതെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. രണ്ടും സെയിം ക്രാപ്പയുടെ മോഡൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മളതോടെ തയ്ക്കാനായിട്ടെല്ലാം വെട്ടിയെടുത്ത് കസ്റ്റമറിന് ആദ്യം നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്ന തയ്ച്ച് കൊടുത്ത അപ്പം വേറൊരു എന്താ പറയുക, കഴുത്തിൻ്റെ മോഡലൊക്കെയാണ് വെച്ച് തയ്ച്ച് കൊടുത്തത്. അപ്പോൾ പുള്ളിക്കാരും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ് നമുക്ക് ഫ്രണ്ടും ബാക്കും റൗണ്ട് വേണം, അതുപോലെ ടക്കൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അപ്പം സിമ്പിൾ കഴുത്തല്ലേ, അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് തയ്ച്ചെടുത്തേക്കുന്നത്. ഇത് നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ തയ്ക്കാനായിട്ടെല്ലാം വിട്ടു വെച്ചെങ്കിൽ കറണ്ട് ഇല്ലാത്തതിനാൽ തയ്ച്ചെടുക്കാനായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ചവിട്ടിയും തയ്ക്കാം, പവർ മെഷീൻ മോട്ടർ ഊരിയതിന് ശേഷം. പിന്നെ ഇടയ്ക്ക് കറണ്ട് വരും, ഇടയ്ക്ക് കറണ്ട് പോകും, അങ്ങനെയുള്ള രീതി ഇരുന്നത് കൊണ്ട് പിന്നെ ഞാൻ പവർ മെഷീൻ ഇത് തന്നെ മോട്ടർ വെച്ച് തന്നെയാണ് നമ്മൾ തയ്ച്ചത്. പവർ പോകുന്ന സമയത്ത് പിന്നെ തയ്ച്ചുമില്ല. അതുകൊണ്ട് ഈ ഒരു ടോപ്പ് സത്യം പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഇതുവരെ തയ്ച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല, കാരണം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് താമസിച്ചു. പിന്നെ കസ്റ്റമർ നമ്മുടെ റിലേറ്റീവ് തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പം ഇന്ന് ഞാനതെല്ലാം വൃത്തിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ കുർത്തി സെറ്റിൻ്റെ നമ്മുടെ ഇതിൻ്റെ പാൻറ്റ്. ടോപ്പിൻ്റെ പീസ് മാത്രമായിരുന്നു നമുക്ക് തന്നിട്ടുള്ളായിരുന്നു. പാൻറ്റ് പീസ് ഞാൻ എടുത്ത് തയ്ച്ചു കൊടുത്തതാണ്. അപ്പം പാൻറ്റിൻ്റെ കട്ടിങ്ങും എന്താ പറയുക, ഒന്നും വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ തയ്ക്കുന്ന എല്ലാ വീഡിയോസും ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യാറില്ല, കാരണം സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ കുർത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.